എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 22-ന്റെ 9 മുതൽ 12 വരെ. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിത് വിറക് അടുക്കി. തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നുറുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അനുഗ്രഹിക്കപ്പെട്ടതിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം. ഇന്ന് ആ ഒരു തലക്കെട്ടിലാണ് നമ്മുടെ ചിന്ത. വാട്ട് എവർ ഈസ് ബ്ലെസ്ഡ് ഗോഡ് മൾട്ടിപ്ലൈസ്. ദൈവം എന്തെങ്കിലും അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പെരുക്കി എടുത്തിട്ടുണ്ട്. അബ്രഹാം യാഗപീഠത്തിന്മേൽ തൻ്റെ മകൻ ഇസഹാക്കിനെ വെച്ചു. തനിക്കുള്ളത് മുഴുവൻ ആ യാഗപീഠത്തിന്മേൽ വെച്ചു. ദൈവം അവിടെ ശക്തിയോടെ എഴുന്നള്ളി സ്വർഗം തുറന്നു. അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, നീ എനിക്ക് തരേണ്ടതെല്ലാം തന്നു. നിന്റെ മകനെ പോലും നീ യാഗമായി വെച്ചു. ഇതാ ഞാൻ നിനക്കായി കരുതിയിരിക്കുന്നു. യാഗപീഠത്തിൽ നിന്ന് ഇസഹാക്കിനെ പൊക്കിയെടുക്കുമ്പോൾ ആ പൊക്കിയെടുത്തത് ബഹുജാതികളുടെ പിതാവിനെയാണ്. അതിലേക്ക് വെച്ചത് ഒറ്റ ഒരു ഇസഹാക്കിനെയാണ്. എന്നാൽ അബ്രഹാം തിരിച്ചെടുത്തത് ബഹുജാതികൾക്ക് പിതാവായ ഇസഹാക്കിനെ. അബ്രഹാം യാഗപീഠത്തിൽ വെച്ച് തൻ്റെ ഒരേ ഒരു മകനെയാണെങ്കിൽ ദൈവം യാഗപീഠത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് അനേക ജാതികളുടെ പിതാവായ ഇസഹാക്കിനെയാണ്. അനുഗ്രഹിക്കുന്നതിനെ പെരുക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. അതാണ് ക്രിസ്തീയ ജീവിതം. കണ്ണുനീർ ഇല്ലെന്നല്ല, വേദനയില്ല എന്നതല്ല, ജീവിതത്തിൽ വരൾച്ചകൾ ഇല്ലെന്നും മരുഭൂമി ഇല്ലെന്നും ഒന്നുമല്ല. എന്നാൽ മരുഭൂമിയിലും നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയത്തെ നിറച്ച് പുറത്തേക്ക് നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം തരുന്ന ദൈവമുണ്ട്. യോസഫ് ഉടഞ്ഞവനാണ്, എന്നാൽ അവൻ ഫലപ്രദമായ ഒരു മുന്തിരിവള്ളിയാണ്. ദൈവം അവനെ അനുഗ്രഹിച്ചു, നിറഞ്ഞ് കവിഞ്ഞൊഴുകുമാറ് അനുഗ്രഹിച്ചു. ജീവിതത്തെ, കുടുംബത്തെ, കൂട്ടായ്മ ജീവിതത്തെ ഒക്കെ അനുഗ്രഹിച്ച് നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. കുടുംബജീവിതത്തിൻ്റെ സന്തുഷ്ടി ദൈവകൃപയിലാണ്. ദൈവം നമ്മുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിച്ച് നിറച്ചാൽ അത് നിറഞ്ഞ തുളുമ്പണം. ലോകത്തിന് തരുവാൻ കഴിയാത്ത സന്തോഷം, ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിന് തരുവാൻ കഴിയും. എല്ലാമുണ്ട്. ഒരുപക്ഷെ ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങാനുള്ള സാമർഥ്യമുണ്ട്. എന്നാൽ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമുണ്ടോ? ഹൃദയം നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവമുണ്ടോ? ഇത് ഒരു വലിയ ചോദ്യമാണ്. നമുക്കെല്ലാം ഉണ്ട് എന്ന് തോന്നുന്നു. സമ്പത്തുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, സ്വാധീനമുണ്ട്, അധികാരമുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ ഉള്ളം നിറഞ്ഞ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യമാണ്. വളരെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ പാടുന്ന ഒരു പാട്ട് ഇങ്ങനെയായിരുന്നല്ലോ, ഇറ്റ് ഈസ് ബബ്ലിംഗ്
ഇറ്റ് ഈസ് ബബ്ലിംഗ്. ഇറ്റ് ഈസ് ബബ്ലിംഗ് ഈസ് മൈ സോൾ. നിറഞ്ഞ് കവിയുന്നു, നിറഞ്ഞ് കവിയുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. ഇന്ന് അത്തരമൊരു ജീവിതത്തിന് ഉടമയാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ പ്രശ്നസങ്കീർണമായ സ്ഥലത്ത് നിറയ്ക്കുന്ന, അനുഗ്രഹിക്കുന്ന, നിറഞ്ഞു കവിയുന്ന അനുഭവം തരുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ജോലി വേലകൾക്കിടയിൽ ഒരു പക്ഷെങ്കിൽ പലതും നേടാമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ വിലപ്പെട്ടത് എന്ന് ചിന്തിക്കുന്നത് ചിലപ്പോൾ നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ടാവാം. കർത്താവിന് വേണ്ടി ചിലത് വിട്ടുകൊടുക്കുമ്പോൾ യാഗപീഠത്തിൽ നിന്ന് ഇസഹാക്കിനെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ നമുക്ക് ഒരു വലിയ വർധനയിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കുന്ന അനുഭവങ്ങളുണ്ടാവും. അബ്രഹാമിന് അറിയാമായിരുന്നു 100 വയസ്സിൽ ഒരു മകനെ തരാൻ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ ചാമ്പലായി അല്ലെങ്കിൽ യാഗപീഠത്തിൽ യാഗമായി അർപ്പിച്ചു കഴിഞ്ഞാൽ പോലും ആ ചാരത്തിൽ നിന്ന്, ചാരക്കൂമ്പാരത്തിൽ നിന്ന് മറ്റൊരു മകനെ നൽകാൻ ഈ ദൈവം വിശ്വസ്തനാണ് എന്ന ഉറപ്പ് അബ്രഹാമിനുണ്ടായിരുന്നിരിക്കാം. ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ പലപ്പോഴും ഒന്ന് ഉരയ്ക്കുന്ന സന്ദർഭങ്ങളാണ്. ദൈവം അനുഗ്രഹിച്ചതിനെ വർദ്ധിപ്പിക്കാൻ വിശ്വസ്തനാണ്. നമ്മൾ കണ്ടു, 5 അപ്പമേ ഉള്ളൂ. അതാണ് നമ്മൾ തുടങ്ങിയത്. 2 മീനേ ഉള്ളൂ. നമുക്കും അങ്ങനെയാണ്. 2 കയ്യേ ഉള്ളൂ, 2 കണ്ണേ ഉള്ളൂ, 10 വിരലുകളേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിൽ ചെയ്യാൻ നമുക്കിത് ധാരാളം മതി. പെരുപ്പിക്കുന്നത് ദൈവമാണ്. ഇന്ന് ഉള്ളത് കൊടുക്കണം. ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ, നിരാശയിൽ ഇനി എങ്ങോട്ട് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ശിമോൻ പത്രോസിനെ പോലെ ആ പടക് അങ്ങ് വിട്ടുകൊടുക്കുമ്പോൾ ആ ഒഴിഞ്ഞ നൗക നിറയ്ക്കുന്നവൻ വലിയവനായ ദൈവമാണ്. വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ചത് കർത്താവ് ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. യേശു രക്ഷിക്കുക മാത്രമല്ല, തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നോഹയുടെ പെട്ടകത്തിൽ രക്ഷ മാത്രമല്ല, നോഹയുടെ പെട്ടകത്തിൽ തൃപ്തിയും ഉണ്ടായിരുന്നു. അന്നും ഇന്നും എക്കാലത്തും ഈ പെട്ടകത്തിൽ കയറുന്നവർക്ക് രക്ഷ മാത്രമല്ല, തൃപ്തിയും ദൈവം കൊടുക്കുന്നു. ദൈവം എത്ര തരുന്നുവെന്നല്ല, തരുന്നതിൻ്റെ ഉള്ളിൽ തൃപ്തി തരുന്നവനാണ്. കാരാഗ്രഹത്തിൻ്റെ ഉൾമുറിയിൽ കൈകാലുകൾ ആമത്തിൽ കിടക്കുമ്പോൾ കൈകളടിച്ച് പാടി കർത്താവിന് മഹത്വം കൊടുത്ത ദൈവദാസന്മാർക്ക് സന്തോഷത്തിൻ്റെ പരിപൂർണത കൊടുത്ത ഒരു ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അനുഗ്രഹിക്കുന്നതിനെ വർദ്ധിപ്പിക്കുന്ന ദൈവം. അതിൻ്റെ അടുത്തൊരു ഭാഗം, ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമ്പോൾ എപ്പോഴും അധികം ഉണ്ടാവും. When God blesses, there is always a surplus. 12 കുട്ട നിറച്ചെടുത്തു. ദൈവം പ്രവർത്തിക്കുമ്പോൾ തൃപ്തിയാണെന്ന് മാത്രമല്ല, അധികവും വരും. ഏത് മേഖലയിൽ ദൈവം പ്രവർത്തിച്ചാലും പരാപരമെന്നല്ല, അല്പം അധികമാണ്. പട്ടണത്തിലോ പഞ്ചനക്ഷത്ര ഹോട്ടലിലോ 12 കുട്ട അധികം വന്നാൽ അത്ഭുതം ഒന്നുമില്ല. എന്നാൽ മരുഭൂമിയിൽ 12 കുട്ട അധികം വന്നത് അത്ഭുതമാണ്. മരുഭൂമിയിൽ സമൃദ്ധി തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ നടുവിൽ സമൃദ്ധി തരുന്ന ദൈവം, അവൻ തരുന്ന നന്മകൾ ഓർക്കുമ്പോൾ നടന്നും തുള്ളിയും ദൈവത്തിന് സ്തോത്രം ചെയ്യും. തമിഴിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ദാവീദെ പോലെ നടനമാടി കർത്താവെ സ്തോത്തരിപ്പേൻ. ദാവീദിനെ പോലെ നൃത്തം ചെയ്ത് സ്തോത്രം ചെയ്യണം. ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ ജീവിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ മരുഭൂമിയുടെ ഉള്ളിലേക്ക് ഈ കർത്താവ് ഉണ്ട് എന്ന ചിന്തയോടെ മടങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു. അവൻ കണ്ടാൽ അവൻ കരുതും, അവനെ കൊണ്ടുപോയാൽ അവൻ പോറ്റും, അവൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നതിന് അവന് ഉപയോഗിക്കും.
അവൻ്റെ കരത്തിൽ കൊടുക്കുന്നവനെ അവൻ നുറുക്കും. നുറുക്കിയാൽ അവൻ വാഴ്ത്തും. വാഴ്ത്തിയാൽ അത് പെരുകും. പെരുകിയാൽ അധികം വരും. അനേകർക്ക് അനുഗ്രഹമാകും. ഇത് യേശുവിന് അപ്പവും മീനും നൽകിയ ബാലൻ്റെ കഥ മാത്രമല്ല, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാട്ടെ. ഒരു പക്ഷെങ്കിൽ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, ആ കുഞ്ഞ് 5 അപ്പവും 2 മീനുമൊക്കെ നൽകിയ കുഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു കാണും, അമ്മേ, ഞാൻ ഒരു വലിയ അത്ഭുതം കണ്ടു. ആ അമ്മ പാക്കറ്റ് മോന് കെട്ടിക്കൊടുത്തയച്ചതാണ്. 5000 പേർക്ക് വേണ്ടി കൊടുത്തയച്ചതല്ല. അരുമയോടെ കെട്ടിക്കൊടുത്തത് അവന് വേണ്ടി മാത്രമാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ കെട്ടിക്കൊടുക്കുന്നത് സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ടല്ല, അനേകായിരങ്ങൾക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കും. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതം, ഒരാഴ്ചയുടെ അവസാന ദിനം, ശനിയാഴ്ച പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി വിനയത്തോടെ പ്രാർത്ഥിക്കാം. നമുക്കുള്ളതിനെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ അതിനെ വാഴ്ത്തി അനുഗ്രഹിക്കുകയും നുറുക്കി അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അനുഗ്രഹിച്ചതിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിൽ നമ്മെയും നമുക്കുള്ളതിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മറ്റൊരു പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിപ്പാൻ തക്കവണ്ണം പുതിയ പ്രഭാതത്തിൻ്റെ നന്മ നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവേ, അവിടുത്തെ അനുഗ്രഹവും നിറവും അനുഭവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നുറുക്കപ്പെട്ടതിനെ അനുഗ്രഹിക്കുകയും അനുഗ്രഹിച്ചതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന തിരിച്ചറിവോടെ ബോധ്യത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ അവിശ്വസ്തതയും കുറവുകളുമൊക്കെ ക്ഷമിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ്റെ കരുതലിലും തണലിലും താവേ കൃപയിലും ആശ്രയ ജീവിപ്പാൻ എല്ലാവരെയും ഇടയാക്കണമേ. ഇന്ന് പ്രിയപ്പെട്ടവരുടെ വേർപാടി ദുഃഖിക്കുന്ന ഭവനാംഗങ്ങളെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശ്വാസത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും കൃപയും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.